നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താമേ വലുത് കളഞ്ഞു പോയോ? താഴോട്ടോക്കിരിക്കുന്നു. ഓ, തുണിക്കച്ചവടക്കാരെയും ആകാശിനെയും എങ്ങനെ ഡിവോഴ്സ് ആക്കാന്ന് ആലോചിക്കായിരിക്കുമല്ലേ? അല്ല, എങ്ങനെ ഒന്നാക്കുമെന്ന് ആലോചിക്ക. അമ്മയ്ക്കെന്താ വട്ടായോ? പിച്ചുമ്മയും പറയുന്നു ആകാശിനെയും തുണിക്കച്ചവടക്കാരിയൊക്കെ ഒന്നാക്കുന്ന് പറഞ്ഞിട്ടിരിക്കുവാണല്ലോ. എടാ, ഞാൻ അങ്ങനെ പറഞ്ഞോ? എപ്പോ? യോ, അമ്മേനോട് ഇപ്പൊ തന്നെ പറഞ്ഞു ഒന്നാക്കൂന്ന്. ഞാൻ ഒന്നാക്കൂന്ന് പറഞ്ഞത് അവനെ അല്ലടാ. പിന്നെ ആര്? എടാ മോനെ അരവിന്ദ, നിനക്ക് ശ്രേയെ കുറിച്ച് എന്താ അഭിപ്രായം? ഒന്ന് പോയമ്മേ, എപ്പോ നോക്കിയാലും ശ്രേയയുടെ കാര്യമുള്ളൂ. എടാ മരങ്ങോടാ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ശ്രേയെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? അതെന്തു പറയാനമ്മേ, അവളുടെ പഠിപ്പും ബുദ്ധിയും സൗന്ദര്യമൊക്കെ സൂപ്പറാ. ആകാശത്ത് പറക്കുന്ന പരുന്തിനെ പോലെ ഉയരത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എടാ മോനെ, എത്ര ഉയരത്തിൽ പറന്നാലും ഇരയെ പിടിക്കാൻ താഴെ വന്നല്ലേ പറ്റൂ. അതെ, ഞാൻ നേരത്തെ ചോദിച്ചത് ഒന്നുകൂടി ചോദിക്കുക. അമ്മയ്ക്ക് വട്ടായ? എടാ, എനിക്ക് വട്ടൊന്നുമില്ല. നിനക്ക് മനസ്സിലാവുന്നതുപോലെ ഞാൻ പറഞ്ഞുതരാം. ശ്രേയ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ നിന്റെ അച്ഛനോടും എന്നോടും ഒക്കെ ഉള്ള ബഹുമാനം നീ കണ്ടിട്ടുള്ളതല്ലേ? ഉണ്ട്. അതിനിപ്പോ എന്താ? ആ ബഹുമാനം നിനക്കും കൂടി കിട്ടാൻ വേണ്ടി എനിക്കൊരു മോഹം. എന്നുവെച്ചാ ഞാൻ പഠിച്ച ചീഫ് എഞ്ചിനീയർ ആവണമെന്നാണോ? ഇനി പഠിച്ച ഒന്നും തലേ കയറത്തില്ലമ്മേ. ആ സമയമൊക്കെ കഴിഞ്ഞു. വെറുതെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എടാ, പറ്റില്ല എന്ന് പറയുന്നതൊക്കെ നമ്മൾ നേടിയെടുക്കണം. അമ്മ സീരിയസ് ആയിട്ട് പറയുന്നതാണോ? ഈ ബഹുമാനൊക്കെ കിട്ടുന്നത് നല്ലതാ, പക്ഷെ എങ്ങനെ? പഠിക്കാൻ പോണെന്നോട് പറയരുത്. ഈ ബഹുമാനമൊക്കെ കിട്ടും. ഒന്നുകിൽ നമ്മൾ ജയിക്കണം, അല്ലെങ്കിൽ നമ്മൾ ജയിക്കുന്നവരെ കൂടെ നിർത്തണം. അങ്ങനെ കൂടെ നിർത്തിയ അവർക്ക് കിട്ടുന്നതൊക്കെ നമുക്കും കൂടെ കിട്ടും. എങ്ങനെ? നിനക്ക് മനസ്സിലായില്ല അല്ലേ? ഇല്ലെന്നേ. എടാ, തുണിക്കച്ചവടക്കാരിക്കുള്ള നമ്മുടെ മറുപടി ശ്രേയ. ശ്രേയെ വെച്ച് നമ്മൾ മറുപടി കൊടുക്കണമെങ്കിൽ ശ്രേയ നമുക്ക് സ്വന്തമായിരിക്കണം. അതെങ്ങനെ? ശ്രേയയുടെ കഴുത്തി നീ താലി കെട്ടിയ അവള് നമുക്ക് സ്വന്തം ആവില്ലേ? അമ്മയ്ക്ക് വട്ട് തന്നെയാ. സീരിയസ് ആയിട്ടാണ് അമ്മ ഇതൊക്കെ പറയുന്നേ? ഇവിടെ ഞാൻ തമാശ പറയാണെന്നാണോ നീ കരുതിയേ? ശ്രേയയുടെ കഴുത്തി നിന്റെ താലി വീഴണം. ശ്രേയ നിന്റെ ഭാര്യയായി, എന്റെ മൂത്ത മരുമകളായി ഈ വീട്ടിൽ വന്നു കേറണം. അമ്മ ഇത്ര നേരം തമാശ പറയാൻ ഞാൻ വിചാരിച്ചേ. പക്ഷെ ഇത് എനിക്ക് ഓക്കെയാ, പൂർണ്ണ സമ്മതം. പക്ഷെ ഇത് നടക്കുമോ അമ്മേ? നിന്റെ അമ്മ വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. നടത്തി കാണിച്ചു തരാം. നിന്നെ വില വെക്കാതെ കുറ്റം പറഞ്ഞ് നടക്കുന്നവർക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന മറുപടി ആയിരിക്കും ഇത്. ഇങ്ങനൊരു കാര്യം എന്റെ ജീവിതത്തിൽ നടന്നാലുണ്ടല്ലോ, പിന്നെ അമ്മ എനിക്ക് അമ്മയല്ല, ഞാൻ ആരാധിക്കുന്ന ദൈവം അമ്മ. ഒരമ്പലം പണിത് പ്രതിഷ്ഠിക്കും ഞാൻ. എന്നാ പിന്നെ എന്റെ മോൻ അമ്പലം പണിയാനുള്ള സ്ഥലമൊക്കെ കണ്ടുപിടിക്കേ. പോടാ. ശ്രേയയുടെ കഴുത്തി നീ താലി കെട്ടിയിരിക്കണം. ശ്രേയയുടെ മനസ്സ് മാറ്റും. കല്യാണം കഴിക്കാൻ സമ്മതിപ്പിക്കും ഞാൻ. ഇത് നിന്റെ അച്ഛനോടുള്ള വാശിയാ.
ശബദോ? ശ്രീകോവിൽ വലം വെക്കുന്നത് കണ്ടൂടെ നിനക്ക്? മുന്നിൽ വന്ന് അപശകുനമായിട്ട് തടസ്സം നിൽക്കുന്നത് എന്തിനാ? കണ്ണു കണ്ടൂടെ? അറിഞ്ഞുകൊണ്ട് തന്നെ വന്നതാ ശ്രേയ. എന്റെ ജീവിതത്തിൽ അപശകുനമായിട്ട് വന്നത് പോരെ നിനക്ക്? വീണ്ടും മുന്നിൽ വന്ന് നിന്ന് എന്റെ പ്രാർത്ഥനകൾ ഇല്ലാതാക്കാൻ നോക്കുകയാണോ? ശ്രേയയുടെ പ്രാർത്ഥന തടസ്സപ്പെടുത്താൻ വന്നതല്ല, ശ്രേയെ കണ്ട് ക്ഷമ ചോദിക്കാൻ വന്നതാ. പുതിയ അടവായിട്ട് ഇറങ്ങിയിരിക്കുകയാണോ നീ? ഇന്നലെ നിനക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞ് ഭർത്താവിനെ കൊണ്ടെന്നെ തല്ലിക്കുകയും ചെയ്തില്ലേ? അടവൊന്നല്ല ശ്രേയ, സത്യമായിട്ട് ഞാൻ ക്ഷമ പറയാൻ വന്നതാ. നിന്നോട് ഞാൻ ക്ഷമിക്കാനോ? ദേഷ്യപ്പെട്ടാലും ശരി, എല്ലാത്തിനും തുടക്കമിട്ടത് നീ തന്നെയാണെന്ന് അറിയാലോ. എന്റെ ബുദ്ധിമുട്ടുകൾ കാരണം ഒരു സാഹചര്യത്തിൽ എനിക്ക് വണ്ടി വിൽക്കേണ്ടി വന്നു. അത് നീ കാശ് കൊടുത്ത് വാങ്ങി എന്റെ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്ന് കത്തിച്ചത് എന്തിനാ? ആ വണ്ടി ആർക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ അവർക്കതൊരു ഉപകാരമായേനെ. ആ വണ്ടി കത്തിച്ചതുകൊണ്ട് നിനക്ക് എന്ത് ലാഭം കിട്ടി? വണ്ടി നിന്ന് കത്തുന്നത് കണ്ടപ്പോ കൂടെയുള്ള ആരും ഇല്ലാതായതുപോലെ നീ നെഞ്ചത്തടിച്ച് കരഞ്ഞില്ലേ? അത് തന്നെയായിരുന്നു എനിക്ക് കിട്ടിയ ലാഭം. നിന്റെ ആ കരച്ചില എനിക്ക് സന്തോഷം തന്നത്. വലിയ വിദ്യാഭ്യാസമുള്ള ആളല്ലേ ശ്രേയ? എന്നിട്ടും മറ്റുള്ളവരുടെ കണ്ണുനീര് കണ്ട് ആസ്വദിക്കാനുള്ള ഈ ആഗ്രഹം ഉണ്ടല്ലോ. ഏത് ക്ഷേത്രത്തിൽ തൊഴുത് പ്രാർത്ഥിച്ചാലും ആ പാപം നിന്നെ വിട്ട് പോവില്ല. എന്നുവെച്ച് അക്കുച്ചേട്ടൻ തല്ലിയത് ശരിയാണെന്നൊന്നും ഞാൻ പറയില്ല, അത് തെറ്റ് തന്നെയാ. എത്ര ദേഷ്യമുണ്ടെങ്കിലും ഒരു പെണ്ണിനെ തല്ലുന്നതൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. ഒരു തെറ്റ് തിരുത്തുന്നത് മറ്റൊരു തെറ്റുകൊണ്ടാവരുത്. അക്കുച്ചേട്ടൻ അത് ചെയ്തു. അത് എന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. അതുകൊണ്ട് ശ്രേയ അമ്പലത്തിൽ വരുന്നറിഞ്ഞ് നേരിൽ കണ്ട് മാപ്പ് പറയാൻ തീരുമാനിച്ചത്. ഈ മൂർത്തിയുടെ മുന്നിൽ വെച്ച് അക്കുച്ചേട്ടൻ ശ്രേയെ തല്ലിയതിന് ഞാൻ മാപ്പ് പറയാ. ഒന്നും മനസ്സിൽ വെക്കരുത്. കഴിഞ്ഞു നിന്റെ പ്രസംഗം. നിന്റെ ഡ്രാമയുടെ സ്ക്രിപ്റ്റ് കൊള്ളാം. ശ്രേയ, നിർത്ത്.